അരി അരച്ച ഉടനെ നല്ല ബോൾ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ചേരുവ കൂടി നിങ്ങൾ ചേർത്ത് നോക്കൂ. പഴമൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഇതുപോലെ നല്ല ബോൾ പോലെ ഷേപ്പായി കിട്ടാനും ഒക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 കപ്പ് പച്ചരിയാണ് ഒരു 3-4 മണിക്കൂർ മുന്നേ കുതിർത്തെടുത്താണ് കേട്ടോ. അത് നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 350 ഗ്രാം ശർക്കര ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഉരുക്കിയെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ചെറിയൊരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്, അത്രയും മതി. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അതുപോലെ ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ അരിയിലെ വെള്ളമൊക്കെ ഞാൻ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പകുതി അരി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് നമ്മുടെ ചോറാണ് കേട്ടോ. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ചോറ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. നമ്മളിതിലേക്ക് പഴമൊന്നും ചേർക്കാതെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അരിച്ചിട്ട് വേണേൽ ചേർക്കാനായിട്ട്. അപ്പം ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ഒരു 3/4 ഭാഗത്തോളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ എപ്പോഴും ചൂടോട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതൽ വേണ്ട, ഇത്രയും മതി. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് സോഡാപ്പൊടി. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന വേറൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിടാം കേട്ടോ. ചെറിയൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് ചേർക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ ചുക്കുപൊടിയും ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് നെയ്യിൽ വറുത്തിടാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. നമ്മൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉണ്ണിയപ്പം ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലാണ് കേട്ടോ ആക്കിയിട്ട് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നിറഞ്ഞു പോകുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ നിറച്ചിട്ട് മാവ് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വന്ന് ആ ഒരു ഷേപ്പ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതാ ഒരു ഭാഗമായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ണിയപ്പം നല്ലതുപോലെ എണ്ണ കുടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാവ് കലക്കി വെക്കുന്ന സമയത്ത് ഒരു 15 to 30 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ആകുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചും ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അതും എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത്. സോഡാപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഒരു 1/4 സ്പൂൺ മാത്രം മതിയാവും. ഒരുപാട് കൂടുതൽ ചേർക്കരുത്.
അങ്ങനെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല കേട്ടോ. ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ഫോളോ ചെയ്തോളൂ, നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്